ഇന്നത്തെ യാത്ര തൃശ്ശൂർപ്പുറം അമ്പലത്തിലോട്ടാണ് കേട്ടോ. ഇന്നേതായാലും മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. ഇത് നമ്മുടെ പെരുമ്പാറ ജംഗ്ഷനാണ്. പെരുമ്പാറ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോകുന്നതാണ്. ഇപ്പോൾ ബൈക്ക് വന്ന വഴിയാണ് നമ്മുടെ തൃശ്ശൂർപ്പുറം അമ്പലത്തിലോട്ടുള്ള വഴി. ഇതാണ് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം. ഋഷീശ്വരന്മാർ തപസ്സിരുന്ന് ഭഗവാൻ ശ്രീരാമൻ ലങ്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇതുവഴി വരുമെന്നും വരാതിരുന്നത് മൂലം മല തിരിച്ചു വച്ചതാണ് തൃശ്ശൂർപ്പുറം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഐതിഹ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ വരുന്ന ഒരു സ്ഥലമെന്ന് പറയുന്ന തൃശ്ശൂർപ്പുറം ക്ഷേത്രമാണ്. ഇവിടെ അന്നദാനം അടക്കം എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാർ. ഇതാണ് അന്നദാന കൗണ്ടർ. ഇവിടെ രാവിലെ 7 മണിയാകുമ്പോൾ തന്നെ അന്നദാനം തുടങ്ങും. കഞ്ഞിയും പയറും അതുപോലെ തന്നെ എരിശ്ശേരിയും അച്ചാറും ഇതൊക്കെയാണ് ഇവിടുത്തെ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അത്ര ടേസ്റ്റ് നമ്മൾ ഇവരോടൊന്നും കിട്ടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര സ്വാദാണ് ഇവിടുത്തെ ആ ഒരു ഭക്ഷണം. ഇവിടെ നമ്മൾ മലമുകളിൽ കയറി കഴിഞ്ഞാൽ പ്രകൃതി രമണീയമായ നല്ല കാഴ്ചകൾ ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ പണ്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇവിടെ തൃശ്ശൂർപ്പുറത്ത് നിന്നാൽ ആലപ്പുഴ ലൈറ്റ് ഹൗസിൻ്റെ വെട്ടമൊക്കെ കാണാമെന്ന്. അത്രമാത്രം ലോങ് ദൃശ്യങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നാണ്ട് 3000 അടിയും കൊണ്ട് ഉയരത്തിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കാഴ്ചയ്ക്ക് ഭയങ്കര ഇതാണ്. നിരവധി ആൾക്കാർ നമ്മുടെ ഈ ക്ഷേത്രം ഈ കാഴ്ചകൾ കാണാനായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് മിക്ക സമയങ്ങളിലും, സന്ധ്യാസമയങ്ങളിലൊക്കെ. അത്ര പ്രകൃതി രമണീയമാണ് ഈ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്ന് പറയുന്നത്. ഇതാണ് കുളത്തിലോട്ട് ഇറങ്ങി പോകുന്ന വഴിയാണ് കേട്ടോ. ഈ വഴിയാണ് ഭക്തജനങ്ങൾ കുളത്തിലോട്ട് ഇറങ്ങി പോകുന്നത്. ദുർഘടം പിടിച്ച ഒരു വഴിയാണ്, നന്നാക്കണം എന്ന ക്ഷേത്ര കമ്മിറ്റിക്ക് ആഗ്രഹമുണ്ട്. എന്നാലും പൈസയൊക്കെ വേണം. നിരവധി ആൾക്കാർ അതുവഴി ഇതുവഴി എല്ലാം വരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു സ്വല്പം താമസിച്ചു പോയി. അതുകൊണ്ടാണ് ഈ തിരക്ക്. ഇതിപ്പോൾ ഒരു 9:30-ക്ക് ശേഷം ഈ 2 ചേട്ടന്മാർ അവരുടെ വീഡിയോ പ്രത്യേകം എടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവരുടെ വീഡിയോ കൃത്യമായിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ താമസിച്ചുകൊണ്ടാണ് ആൾക്കാർ ഒരു സ്വല്പം കുറവ് കേട്ടോ. അല്ല, വെളുപ്പിന് ഇവിടെ 5 മണിയാകുമ്പോൾ തന്നെ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളെല്ലാം വാവിൻ്റെ അന്ന് തുടങ്ങിയിരുന്നു. രാവിലെ തൊട്ടേ ഇവിടെ ക്ഷേത്രത്തിൽ ഭയങ്കര ആളായിരുന്നു. ഇത് ഒരു നമ്മളെ ക്ഷേത്രക്കുളമാണ് നമ്മളാ കാണുന്നത്. നമ്മളിപ്പം ആ ക്ഷേത്രക്കുളത്തിനോട് സമീപത്ത് നിൽക്കുന്ന രുദ്രാക്ഷ മരമാണ് കേട്ടോ. ഈ രുദ്രാക്ഷ മരം പല പ്രാവശ്യം കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അപൂർവമായിട്ട് ഇവിടെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ രുദ്രാക്ഷം. അതെനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഒത്തിരി ക്ഷേത്രങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിരവധി ഭക്തജനങ്ങൾ ബലിതർപ്പണാദികൾ ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. രാവിലെ ഭയങ്കര ക്യൂ ആയിരുന്നെന്ന് പറഞ്ഞായിരുന്നു. കുളത്തിൽ ഇപ്പം ഇതിടുന്ന വെള്ളത്തില്ല. ഇതാണ് നമ്മുടെ ഗുഹയിലേക്കുള്ള ഇതാണ് നമ്മൾ ഗുഹ. അതിനകത്ത് കയറുമ്പോഴാണ് നമ്മൾ ഭസ്മചന്ദനാദികൾ ശേഖരിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ നന്മയനുസരിച്ച് പല പല കളറിലുള്ള ഇത് കിട്ടുമെന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഐതിഹ്യം കേട്ടോ. അതായത് ഭസ്മം, ചന്ദനം പല പല കളറുകളായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിനനുസരിച്ച് ചിലപ്പം നല്ല പിങ്ക് കാണും, ചിലപ്പോൾ നല്ല വെള്ള കാണും. അങ്ങനെ പല പല കളറ് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അത് നമ്മുടെ ഇതാണെന്നാണ് ഇവിടുത്തെ വിശ്വാസവും ഐതിഹ്യവും അങ്ങനെ നിലനിൽക്കുന്നത്. പുരാണ കാലം മുതൽ ഈ ക്ഷേത്രത്തിൽ ബലി അർപ്പിക്കുന്നതാണ് എല്ലാവർക്കും വലിയ ഭക്തി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളായിരുന്നു ബലിതർപ്പണാദികൾ. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും ആയിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെയാണ് ഏറ്റവും വലിയ ഇതെന്നാണ് എല്ലാവരും പറയുന്നത്, പഴമക്കാരൊക്കെ പറയുന്നത്. കൃതോപകാര ജന്മാന്തരേ യേ മമ സംഘദാശ്ച അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഒരു തവളക്കുഞ്ഞിനുണ്ട്. അത് ഇനി മഴ പെയ്യാനാണോ അറിയത്തില്ല.
അത് നോക്കി കുറേ പിള്ളേർ എടുത്തോ, എങ്ങനെ എടുത്തോ? എങ്ങനെയുണ്ട്? ഗുഹയിലേക്ക് കയറുന്ന ഒരു തിരക്ക്. എല്ലാവരും ബലിയിട്ടതിന് ശേഷം ഗുഹ സന്ദർശിച്ച് ഭസ്മങ്ങൾ ചന്ദനങ്ങൾ ശേഖരിച്ചതിന് മാത്രമേ ഇവരിവിടുന്ന്. ഈ ഒരു ചേട്ടൻ കുറേ നേരമായിട്ട് അകത്ത് കയറിയതാണ്. ഇദ്ദേഹത്തിനെ നോക്കി ഞാൻ കുറച്ചു നേരമായിട്ട് നിൽക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ ആ ഗുഹ എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ആ തീർത്ഥജലമാണ് ഈ വീണുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കുടിക്കുകയൊക്കെ ചെയ്യും. നല്ല ശുദ്ധജലമാണ്. നമ്മൾ അവിടുന്ന് തന്നെ കുടിച്ച് അത് പിന്നെ അത് ആ ഭിത്തിയിൽ അത് കണ്ടോ, ആ ഗുഹയിൽ നമുക്ക് കാണാൻ സാധിക്കും. പലതരത്തിൽ കളറിലുള്ള ചന്ദനം അവിടെ. അത് നമ്മളെടുത്ത് ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു ഇതാണ്. വർഷങ്ങളായിട്ട് എടുത്തെടുത്ത് പല ഇതായി. തറയിലെല്ലാം വെള്ളമാണ് കിടക്കുന്നത്. നല്ല തണുപ്പാണ് ഈ ആ വെള്ളത്തിന് കേട്ടോ. നമുക്കൊന്ന് ചവിട്ടി കഴിഞ്ഞാൽ ഐസ് പോലെ ഇരിക്കും. കുറേ ഗുഹ കുറച്ച് ഉള്ളിലോട്ടുണ്ട്. നമുക്ക് അത് അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല, മൊത്തം കാണാൻ പറ്റത്തില്ല. ये मे कुले लुप्तपिण्डा पुत्रद्वारा विवर्जिता क्रियालोपा हताश्चैव जात्यान्ता वंशवस्तता विरूपा आमगर्भाश्च ज्ञानता. ഇത് കൊണ്ടാണ് ഇതൊരു കൊച്ചു മിടുക്കനാണേ. ഇവനെടുത്ത് നേരത്തെ ചന്ദ്ര എടുത്തതാണ്, വീണ്ടും എടുക്കാനായിട്ട് പോവുക. ഇത് നമ്മുടെ അവിടെ നിന്നുള്ള ഒരു ലോങ് ദൃശ്യമാണ്. രുദ്രാക്ഷമരത്തിൻ്റെ കീഴിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും ഇതുകൊണ്ടൊക്കെ സംഗീത സദസ്സൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഇവർ ഈ സംഗീത കച്ചേരി ഇവിടെ നടത്തും. എല്ലാ ഭക്തജനങ്ങളും ഇവിടെ ബലി തർപ്പണാദികൾ ചെയ്തതിന് ശേഷം തിരിച്ചിവിടെ വന്ന് അന്നദാനം സ്വീകരിച്ചതിന് ശേഷം എല്ലാവരും മടങ്ങുള്ളൂ. ഓരോ ഭക്തജനങ്ങളും അത്രമാത്രം കരുതൽ കമ്മിറ്റിക്കാർ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്കും. അതുപോലെ തന്നെ പെരുമ്പട്ടി പോലീസ് സ്റ്റേഷൻ അവരെല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും ഇവിടുത്തെ കാര്യങ്ങൾക്കെല്ലാം ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവരുടെ കൗണ്ടറാണ് ഈ കാണുന്നത്. ഇത് തിലഹോമം നടക്കുന്ന ഒരു സ്ഥലമാണ് പിതൃകൾക്ക് വേണ്ടി. അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും വാവിനോടനുബന്ധിച്ചൊക്കെ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് തീർച്ചയായിട്ടും തിരുച്ചിറപ്പുറം ശ്രീ ശങ്കര നാരായണ ക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു വൈബാണ് ഓരോ മനുഷ്യനും ലഭിക്കുക. അത്രമാത്രം മനോഹരമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഇപ്പം മതമൈത്രിക്ക് പേര് കേട്ട ഒരു സ്ഥലം കൂടാണ് വായ്പൂര് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാം, ഇത് വായ്പൂര് പള്ളിയാണ്. അതായത് ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും ഒന്നിച്ച് നിൽക്കുന്ന ആ ഒരു കാഴ്ച ഇതിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആറ്റിനക്കര മണിമലയാറിൻ്റെ തീരത്താണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇത് വായ്പൂർ ക്ഷേത്രമാണ് ഈ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിവിടെ നിന്ന് നമുക്ക് വളരെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. വായ്പൂർ ശിവക്ഷേത്രമാണ് സ്ഥിതി ചെയ്യുന്നത്, മഹാദേവ ക്ഷേത്രം. ഈ കാഴ്ചകളെല്ലാം കണ്ട് ഒരു ഐസ്ക്രീമും ഒക്കെ കഴിച്ച് മലയിറങ്ങുകയാണ്. ഇതാ MLA ഒക്കെ വന്നിട്ടുണ്ട്. MLAയുടെ വണ്ടിയാണ് ഈ കിടക്കുന്നത് കേട്ടോ.